ഓക്കെ, ഈ അംഗൻവാടി പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരും മിണ്ടൂലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കൊച്ചിനെ പോയി കടിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരും എന്നോട് മിണ്ടൂല അംഗൻവാടിയിൽ വെച്ച്. ഒരു ദിവസം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർമാര് ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കിടത്തി ഉറക്കത്തില്ലേ, അങ്ങനെ ഉറങ്ങണ സമയത്ത് എന്റെ അടുത്തൊരു കൊച്ചു വന്ന് കിടന്നു. ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൊച്ചു ഉറങ്ങാൻ നോക്കിയിരിക്കണേ, ഉറങ്ങിക്കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ ഈ കൊച്ചിന്റെ കൈ കയറി കടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ നോക്കി കാത്തിരുന്ന് ആ കൊച്ചു ഉറങ്ങിപ്പോയി. ആ കൊച്ചിന്റെ കൈ കയറി ഞാൻ കടിച്ച്. ആ കൊച്ചു കരയാൻ തുടങ്ങി. എനിക്ക് പേടിയായി, എനിക്ക് ടീച്ചർമാരെ എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ അങ്ങനെ ലാസ്റ്റ് ആ കൊച്ചിനടുത്ത് സോറി ഒക്കെ പറഞ്ഞു, അതായത് ആ ഒരു ഇതിൽ സോറി ഒക്കെ പറഞ്ഞ് ആ കൊച്ചു അങ്ങനെ എന്നെ കിടന്നുറങ്ങി. പിന്നെ എനിക്ക് കടിക്കാൻ ഇങ്ങനെ ത്വര വരുമായിരുന്നു. അപ്പൊ ആ കൊച്ചു ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ കൊച്ചിനെ വീണ്ടും കടിച്ചു. ഇത് പക്ഷെ ആ കൊച്ചു കരഞ്ഞ് ഒച്ച കൂടിപ്പോയി. അപ്പൊ എന്റെ ടീച്ചർമാരൊക്കെ വന്ന് അനുപമ എഴുന്നേറ്റോ ആ കസേരമേ വന്നിരുന്നു. എല്ലാ പിള്ളേരും അവിടെ കിടന്നുറങ്ങാൻ, ഞാൻ മാത്രം ഒരു കസേരയിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. എല്ലാവരുടെയും ഇതിനും വലിയ വിറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പാരന്റ്സ് വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ഒച്ചത്തി പറയാ, ഈ കൊച്ച് എല്ലാ പിള്ളേരും കടിക്കലാ പരിപാടി, അതുകൊണ്ട് ഉറക്കാതെ മാറ്റിയിരുത്തിയേക്കണേന്ന്. ഇത് കേട്ടെന്റെ അപ്പൂപ്പന്റെ തൊലി ഉരിഞ്ഞു പോയി. അപ്പൊ എനിക്ക് നോട്ടിട്ടുണ്ടെങ്കിൽ ചമ്മലായി പോയി. കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. അപ്പൊ ഇതായിരുന്നു എന്റെ മോസ്റ്റ് എംബറാസിങ് തിങ് ആയിട്ട്